വൈറ്റ് ഡിസ്ചാർജ് എന്ന രോഗത്തെപ്പറ്റി സ്ത്രീകൾ വല്ലാതെ അസ്വസ്ഥപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അസ്ഥിയുരുക്കം എന്ന പേര് നൽകപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പലരും ചിന്തിക്കാറുണ്ട്. അസ്ഥിയുരുക്കം എന്ന പേര് എങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും? ഒരുപക്ഷെ ആ ഡിസ്ചാർജിൻ്റെ സ്വഭാവം കണ്ട് അത് എല്ലുരുകി പോവുകയാണോ എന്ന് ചിന്തിച്ച് ആരോ ഇട്ട പേരായിരിക്കാം. ഏതായാലും ഒരിക്കലും അതൊരു എല്ലുരുകിപ്പോക്കോ അല്ലെങ്കിൽ എല്ലുരുക്കമോ അല്ല, മറിച്ച് അതൊരു രോഗമാണ്, ഒരു ഡിസ്ചാർജാണ്. അത് വൃത്തിയാക്കുക എന്നതിലപ്പുറത്തേക്ക് വേറൊന്നും ആവശ്യമില്ല. പക്ഷേ അത് പലപ്പോഴും മറ്റ് പല അസ്വസ്ഥതകളും ഉണ്ടാക്കാറുമുണ്ട്. അതിൽ നിന്നൊക്കെ സുരക്ഷിതനാകാൻ നമ്മൾ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്താം. നമ്മൾക്ക് ആ ഒരു രോഗത്തെപ്പറ്റിയുള്ള ഭയം നമ്മളുടെ രോഗം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഭയമുള്ള ഒരു പ്രകൃതം സ്ത്രീകൾക്കുണ്ടെങ്കിൽ അത്തരം ആളുകളിൽ ഈ ഡിസ്ചാർജ് ധാരാളമായി കാണാം. ഏതായാലും മാസമുറയോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ ശേഷമോ മുമ്പോ ഒക്കെയായി കാണുന്ന ഇത്തരം ഡിസ്ചാർജുകൾ പല സമയത്തും പലർക്കും മറ്റ് പല അസ്വസ്ഥതകളും ഉണ്ടാക്കാറുണ്ട്. ഏതായാലും ശരി, ഏതൊരു വിഷയത്തെയും ഭയപ്പാടില്ലാതെ അഭിമുഖീകരിക്കാൻ പഠിക്കുക എന്നുള്ള ശീലമാണ് സ്ത്രീകൾക്ക് ആവശ്യമുള്ളത്. ഇത്തരം ശീലങ്ങൾ ഭയപ്പാടില്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുകയും സധൈര്യം കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്യുപങ്ക്ചർ നൽകുന്ന ചികിത്സയിൽ വൈറ്റ് ഡിസ്ചാർജ് പരിപൂർണമായി സുഖപ്പെടുന്നു എന്നതിലുപരി സ്ത്രീകളുടെ മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഭയപ്പാട് കൂടെ നീക്കാൻ അക്യുപഞ്ചർ ചികിത്സ മതിയായ ചികിത്സയാണ്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട്, രാത്രി നേരത്തെ ഉറങ്ങിക്കൊണ്ട്, രാത്രി ആഹാരം കഴിവിൻ്റെ പരമാവധി നേരത്തെ കഴിച്ചുകൊണ്ട്, നേരത്തെ ഉണർന്ന് നേരത്തെ കുളിക്കുന്ന ശീലങ്ങൾ ഒക്കെ നമ്മുടെ ശീലങ്ങൾ ആക്കി മാറ്റുമ്പോൾ ഈ രോഗങ്ങൾ പരിപൂർണമായി സുഖപ്പെട്ട് ആരോഗ്യമുള്ള ജീവിതം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.